ഹലോ ഗൈസ്, നിങ്ങൾക്കുള്ള ഒരു ഫൈനൽ കോളുമായി മറ്റൊരു ചേച്ചി സോഷ്യൽ മീഡിയയിൽ കൂടി ഇന്നും എത്തിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ഭാഗം ആദ്യം ഒന്ന് കണ്ടു നോക്കാം. റോഡ് വർക്കിലെ ലോട്ടറി ചേട്ടന്മാർ പറയാറില്ലേ, നാളെയാണ്, ഇത് അവസാന ചാൻസാണ്, നാളെ നിങ്ങളുടെ ഭാഗ്യം. അതേമാതിരിയാണ് ചേച്ചി ഈ പറയുന്നത്. നമുക്കപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ട ശേഷം ബാക്കി പറയാം. ഹലോ, എൻ്റെ നമ്പർ ഇപ്പോഴും അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ വേണോ? എൻ്റെ നമ്പർ കിട്ടാത്തവരുണ്ടോ? എന്നാൽ വെക്കൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ഇനി ഒരാഴ്ച കൂടെ ഉള്ളൂ. ഓക്കെ, ഞാൻ നാട്ടിൽ പോവാണ്. 27 നാട്ടിൽ പോകും, 27 രാത്രി. വേണോ എന്ന് പറയുന്നത് കേട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ചേച്ചി ഫോൺ നമ്പർ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവർക്ക് വേണ്ടി പറയാമെന്ന് പറയുകയാണ്. കാരണം ഇത് കിട്ടാതെ ഒത്തിരി പേര് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചേച്ചി സഹായിക്കാമെന്നാണ് ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം. ചേച്ചിയുടെ ഫോൺ നമ്പർ തരാമോ? കിട്ടാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ നമ്പർ പറഞ്ഞു. 055. കാരണം നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല. നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പണ്ട് പറയാറില്ലേ, എൻ്റെ മോളങ്ങ് ദുബായിലാണെന്ന്. ചേച്ചി അതേമാതിരി അങ്ങ് ദുബായിലാണ്. ചേച്ചിക്ക് അവിടെ ബിസിനസ്സാണ്. അപ്പോൾ ചേച്ചി ബിസിനസ്സൊക്കെ അത്യാവശ്യം ഒന്ന് നിർത്തിവെച്ച് ഒരു അത്യാവശ്യ കാര്യത്തിനായി നാട്ടിൽ പോവുകയാണ്. ആ ചേച്ചി നാട്ടിൽ പോകുന്നതിന് മുമ്പ് ചേച്ചിയെ ദുബായിൽ മീറ്റ് ചെയ്യാൻ കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ചേച്ചി ഈ ഫോൺ നമ്പർ പറഞ്ഞു തരുന്നത്. കിട്ടാത്തവർക്ക് കിട്ടാം. പിന്നെ ബയോയിൽ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ചേച്ചി തന്നെ പറയുന്നുണ്ട്, ഫോൺ നമ്പർ കിട്ടാത്തവർക്ക് വേണ്ടി മാത്രമാണ് ചേച്ചി ഈ നമ്പർ പറയുന്നത്. ഇത് അവസാന ഒരു ചാൻസാണ്. കാരണം ചേച്ചി അടുത്ത ആഴ്ച നാട്ടിൽ പോവുകയാണ്. പിന്നെ നിങ്ങൾ പ്രായമായ ചേച്ചി ഈ ഫോൺ നമ്പറൊക്കെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്ന് കേട്ട് നെറ്റി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആർക്കെങ്കിലും ചേച്ചിയെ കൊണ്ട് എൻ്റെ പേര് ഒപ്പിടിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചേച്ചിയോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലോ ഒക്കെ അവർക്ക് വേണ്ടിയാണ് ചേച്ചി ഈ നമ്പർ പറയുന്നതെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പം ചിലർ വിചാരിക്കും ചേച്ചി എന്തിനാണ് ഈ പബ്ലിക്കായിട്ട് ഫോൺ നമ്പർ ഇങ്ങനെ പറയുന്നത്. ചേച്ചി പക്ഷേ അതിനുള്ള കാര്യം ആദ്യം പറയുന്നു. അതും നിങ്ങളൊന്ന് കേട്ടു. ഓക്കെ, സെൽഫി എടുക്കാനാണെങ്കിൽ എന്നെ വിളിക്കാം. എന്തെങ്കിലും ഒപ്പിടാനോ അല്ലെങ്കിൽ എന്താ പറയാ. അപ്പൊ ചേച്ചി പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ചേച്ചി ഈ ഫോൺ നമ്പർ ഇങ്ങനെ പബ്ലിക്കായിട്ട് തന്നതുകൊണ്ട് ചേച്ചിയുടെ വാട്സാപ്പിൽ കയറി ഗുണാന്ന് ഫോൺ നമ്പറിൽ വിളിക്കരുതെന്നും ചേച്ചി പറയുന്നുണ്ട്. അതോടെ ഒന്ന് കേട്ടു. വാട്സാപ്പിൽ വെറുതെ ഗുണാന്ന് വിളിക്കരുത്. ഓക്കെ, ഈ പറയുന്നതിന് ഇടയ്ക്കെല്ലാം ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ ഒരു ചാൻസാണ്, ലാസ്റ്റ് ചാൻസാണ്. ഈ ചാൻസിലും നിങ്ങൾക്ക് ഈ ഫോൺ നമ്പർ വെച്ച് ഉപകാരപ്രദമാവുമെങ്കിൽ ഉപകാരപ്രദമാകട്ടെ എന്ന് വെച്ചാണ് ചേച്ചി ഇത്ര ബുദ്ധിമുട്ടി ഫോൺ നമ്പർ പറഞ്ഞത്. ഇനിയാണ് അതിൻ്റെ ശരിക്കുള്ള കടപ്പുവശം. ചേച്ചി ഇത്രയും സമയം ആധികാരികമായിട്ടാണ് ഈ കഥകളൊക്കെ നിങ്ങളെ അറിയിച്ചതെങ്കിൽ ഇനി ചേച്ചിയുടേതായുള്ള സ്റ്റൈലിലേക്ക് ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി എന്തിനാണ് ഈ ഫോൺ നമ്പർ തന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി അതിൻ്റെ ശരിയായ രൂപത്തിലുള്ള വർത്താനം നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. ചേച്ചി ഇതൊക്കെ മനസ്സറിഞ്ഞാണ് തരുന്നത്. കാരണം ഇതൊക്കെ കേൾക്കുന്ന നിങ്ങൾക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലാക്കിയാണ് ചേച്ചി പിന്നീട് ഇനി സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് കേൾക്കാം. രണ്ടാമത്, എനിക്ക് എൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാനും അല്ലെങ്കിൽ ചായ കുടിക്കാനോ കറങ്ങാൻ പോകാനോ എല്ലാ ഹോട്ടലിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരും. അതിനാണ് ഞാൻ നമ്പർ തന്നിരിക്കുന്നത്. കൂടെ 2 അടിക്കാനോ ഇനി വല്ല ഹോട്ടലിൽ റൂമെടുത്ത് 2 സെറ്റാക്കാനോ അല്ലെങ്കിൽ ടൂർ പോകാനോ വല്ല പിക്നിക്കിനോ വല്ല നൈറ്റ് ഡ്രൈവറോ അതിനൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തു. വല്ല പ്രൊമോഷൻ ചെയ്യണം. അപ്പം മനസ്സിലായല്ലോ ചേച്ചി എന്താണ് ഉദ്ദേശിച്ചത്. അപ്പം ഇത് ആവശ്യമുള്ളവരൊക്കെ ചേച്ചിയുടെ ഈ നമ്പർ കണ്ടുപിടിച്ച് ചേച്ചി നാട്ടിൽ പോകുന്നതിന് മുമ്പ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് ചേച്ചി പച്ച മലയാളത്തിൽ നിങ്ങളെ അറിയിച്ചു. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് തമാശ രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തു തോന്നുന്നു, മലയാളികൾ എത്ര പുരോഗമിച്ചു എന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൺലൈൻ ബിസിനസ് എന്താണെന്ന് അമേരിക്കക്കാരെക്കാട്ടിലും കൂടുതൽ നമ്മൾ മലയാളികൾക്കാണ് വശമെന്ന് ഇതിൽ നിന്നും മനസ്സിലായില്ലേ. അപ്പോൾ ഇനി ഒരു അല്പം സ്വന്തം കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് വൈകുന്നേരം ഞങ്ങളുടെ ടൗണിലുള്ള ബസ് സ്റ്റാൻഡുകളിൽ ചില ചേച്ചിമാർ ബാഗും തൂക്കി നിൽക്കാറുണ്ടായിരുന്നു. ഞങ്ങളത് കാണാറുമുണ്ടായിരുന്നു. ആവശ്യക്കാർ അവരുടെ അടുക്കൽ ചെല്ലുന്നതും അവരോട് സംസാരിച്ച ശേഷം അവരെ കൂട്ടി പോകുന്നതും കാണാറുണ്ടായിരുന്നു.
ആ ചേച്ചിമാർ ഈ കാണുന്നതിലും എത്രയോ ഡീസൻ്റ് ആയിരുന്നു എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു എന്നൊരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നു. കാരണം അവർ ഇങ്ങനെ പബ്ലിക്കായി പ്രമോഷൻ ചെയ്ത് ബിസിനസ് നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.